എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ജൂൺ മാസം 21 പ്രസിദ്ധീകരിക്കും, മറ്റന്നാൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നാളെയോടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫലം അറിയാൻ സാധിക്കും. നാളെയോടെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്, ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങളുമായി യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ, കോളേജ് ജോയിനിങ്, ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പബ്ലിഷ് ചെയ്യും. നാളെ ജൂൺ മാസം 20 നാളെയോടെ ഓക്കെ നാളെയോടുകൂടി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ FIUGP ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫർമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത്. പരമാവധി ഒരു വിദ്യാർത്ഥിക്ക് 20 ഓപ്ഷൻ വരെ നൽകാം. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാലും അതുപോലെ തന്നെ 20ാമത്തെ ഓപ്ഷനും അലോട്ട്മെൻറ്റായി ലഭിച്ചാലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമായുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ 20ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കാം, ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം, ഇഷ്ടമുള്ള കോഴ്സായിരിക്കാം, ഇഷ്ടമില്ലാത്ത കോഴ്സായിരിക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി ഫീ നിങ്ങൾ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. ഏതാണ്ട് 1000 രൂപയ്ക്ക് അടുത്താണ് വരുന്നത്. SC/ST കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥിയാകുമ്പോൾ കുറച്ച് ഒരു റിസർവേഷൻ ലഭിക്കും, കുറച്ച് ഇളവ് ലഭിക്കും. അപ്പോൾ അങ്ങനെ ഫീസ് അടയ്ക്കണം. എന്നാൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഡയറക്റ്റ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച ഇനി ഒന്നാം അലോട്ട്മെൻറ്റിൽ ലഭിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ മൂന്നാം അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആദ്യം മാൻഡറ്ററി ഫീ, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ്. കോളേജ് ജോയിനിങ് ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുകയും ശേഷം രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജ് ജോയിനിങ് നടക്കുക. അത് ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു, നിങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ നിങ്ങൾ തൃപ്തരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുകയും ശേഷം നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 20 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. 20 ഓപ്ഷൻ കൊടുത്തു, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു. ബാക്കിയുള്ള 15 ഓപ്ഷനുകൾ, 6 മുതൽ 20 വരെയുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും. നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, 20 എണ്ണം കൊടുത്തതിൽ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. നിങ്ങൾക്ക് ബാക്കിയുള്ള 6 മുതൽ 20 വരെയുള്ള ഓപ്ഷൻസ് ക്യാൻസലായി പോകും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച 5ാമത്തെ ഓപ്ഷനും അതുപോലെ തന്നെ 4, 3, 2, 1 ഓപ്ഷനുകളുമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള 4 ഓപ്ഷനുകൾ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണം. കാരണം എന്ന് പറയുന്നത്, ഈ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു 3ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മാറിപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3ാമത്തെ ഓപ്ഷനിലേക്ക് പ്രവേശനം നേടേണ്ടതാണ്. പിന്നീട് നിങ്ങൾക്ക് 5ാമത് ലഭിച്ച സ്കൂൾ കിട്ടില്ല. എന്നാൽ ഇതേപോലെ എന്ത് ചെയ്യണം? നിങ്ങൾക്കിപ്പോൾ ലഭിച്ച 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു, നിങ്ങൾ തൃപ്തരല്ല, നിങ്ങൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചതിൽ നിങ്ങൾക്ക് തൃപ്തിയില്ല, എനിക്ക് ബാക്കിയുള്ള 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും വേണമെങ്കിൽ ബാക്കിയുള്ള 4 ഓപ്ഷൻസ് അവിടെ നിലനിർത്തണം, അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കോളേജ് ജോയിനിങ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും. അത് അടച്ചതിന് ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുക. എന്നാൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും യൂണിവേഴ്സിറ്റി ഫീ അടച്ച് രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഡയറക്റ്റ് തന്നെ ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. കാരണം ആ വിദ്യാർത്ഥി ഓൾറെഡി ഫീസ് അടച്ചതാണ് യൂണിവേഴ്സിറ്റിയുടെ. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥിക്ക് പ്രിൻ്റ് എടുക്കുകയും ശേഷം കോളേജിൽ പോയി ഹാജരാകുകയും ചെയ്യാം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ തീർച്ചയായും നിങ്ങളേക്ക് അറിയിക്കും. അപ്പോൾ പുതിയൊരു കാണാം. അതുവരേക്കും മൈ നെയിം ഇസ് കറിയ, the founder of Scrape for the Career. Thank you for watching. Bye.